ഹായ്, എൻ്റെ പേര് സിനിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു 2024 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ്, അത് ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണ്, അത് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു MCQ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്കൊന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ഈസ് ദ തീം ഫോർ ദ ക്ലീനസ് സർവേ ഓഫ് 2024? അതായത് 2024 ക്ലീനസ് സർവേയുടെ തീമായിട്ട് ഏതിനെയാണ് കണക്കാക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്ന് നോക്കാം. അതായത് 2024 ക്ലീനസ് സർവേയിലേക്ക് വന്നിട്ടുള്ള ഏതാണ് തീം? ഏതാണ്? ഹാപ്പി ലിവിംഗ്, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, എക്കോ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി. ഏതായിരുന്നു 2024? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. 2024 ക്ലീനസ് സർവേയിൽ വരുന്ന തീം ഏതെന്ന് ചോദിച്ചാൽ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ബി ആണ് കറക്റ്റ്. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യം കൂടെ നോട്ട് ചെയ്യാനുണ്ട്. അതായത് 2023 സ്വച്ഛ സർവശേഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. 2023 സ്വച്ഛ സർവശേഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. ആരാണ് ഈ അവാർഡ് കൊടുക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർ ആണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു അവാർഡ് 2023 അവാർഡ് കിട്ടിയത് ആർക്കാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. സ്വച്ഛ സർവശേഷ് അവാർഡ് 2023 ആ ഒരു അവാർഡ് ഓർഗനൈസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർ ആണ്. പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു അവരായിരുന്നു ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ട്, ന്യൂഡൽഹിയിലുള്ള ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിച്ച ഫാക്ട്സ് എന്തൊക്കെയാണ്? സ്വച്ഛ സർവശേഷ് അവാർഡ് 2023 ഓർഗനൈസ്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർ. ആരാണ് ആ അവാർഡ് കൊടുക്കുന്നത്? നമ്മുടെ പ്രസിഡന്റ് ആണ്, ശ്രീമതി ദ്രൗപദി മുർമു ആണ് കൊടുത്തത്. എവിടെ വെച്ചിട്ടാണ് കൊടുത്തത്? ഭാരത് മണ്ഡപം. അത് നോട്ട് ചെയ്യുക, ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വച്ഛ സർവശേഷ് അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു അവാർഡ് വന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ ക്ലീൻ സിറ്റി റാങ്ക് 1 വന്നത് ഇൻഡോറും സൂററ്റുമാണ്. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫെയർ ആണ്. ഓൾ ഇന്ത്യ ക്ലീനസ് സിറ്റി അതിൽ റാങ്ക് 1 വന്നത് ഇൻഡോറും സൂററ്റുമാണ്. ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഏതൊക്കെയായിരുന്നു? അത് ഓർഡറിൽ വരുമ്പോൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആൻഡ് ഛത്തീസ്ഗഡ്. ഇത് മൂന്നുമാണ് ഓർഡറിലാണ് വരുന്നത്. ആദ്യം ഏതായിരുന്നു? മഹാരാഷ്ട്രയായിരുന്നു. രണ്ടാമത് ഏതാണ്? മധ്യപ്രദേശ് ആണ്. മൂന്നാമത്തെ ഛത്തീസ്ഗഡ്. ഇനി ക്ലീനസ്റ്റ് ഗംഗ ടൗൺ ആയിരുന്നു വാരണാസി. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഓൾ ഇന്ത്യ ക്ലീൻ സിറ്റിയിൽ റാങ്ക് 1 വന്നത് ഏതാണ്? ഇൻഡോറും സൂററ്റും ആണ്. ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് വന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഗംഗ ടൗൺ ഏതാണ്? വാരണാസിയാണ്. അപ്പൊ 2024 ആ ഒരു ഇതില്, അതായത് അതിന്റെ തീം എന്തായിരുന്നു? അതെന്തായിരുന്നു തീം? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതാണ്. ഓക്കെ, ഇനി അടുത്തത് നാഷണൽ യൂത്ത് ഡേ എന്നായിരുന്നു ആഘോഷിക്കുന്നത്. നാഷണൽ യൂത്ത് ഡേ ഏത് ദിവസമായിരുന്നു? ഒരു ക്ലൂ നമുക്ക് പറയാം. എന്താണ്? സ്വാമി വിവേകാനന്ദന്റെ ബർത്ത് ആനിവേഴ്സറിക്കാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത്. നാഷണൽ യൂത്ത് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്നാണ്? ജനുവരി 12 നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജനുവരി 12 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു? സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ജനുവരി 12 ആഘോഷിക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബുക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബുക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം കറന്റ് അഫയേഴ്സിൽ. ഇവിടെ ചോദിക്കുന്നത് 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ബുക്ക് അതാരാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ GEN കൊടുത്തത് ജനറൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ജനറൽ എന്നതിന്റെ ഷോർട്ട് ആയിട്ടാണ് GEN എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ ആരാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ബുക്ക് ആരാണ് എഴുതിയത്? ആരായിരിക്കും? ഈ ഒരു ഓപ്ഷൻസ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത്? നന്നായിട്ട് ആലോചിക്കുക. കറന്റ് അഫയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ജനറൽ ബിപിൻ റാവത്ത് ആണോ, അല്ലെങ്കിൽ മനോജ് മുകുന്ദ് നരവാനെയാണോ, അല്ലെങ്കിൽ ജനറൽ KK സിംഗ് ആണോ? ആരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മനോജ് മുകുന്ദ് നരവാനെയാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. നോട്ട് ചെയ്യുക, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ബുക്കാണ്? മനോജ് മുകുന്ദ് നരവാനെയുടെ ബുക്കാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്കുമായി കണക്ട് ചെയ്യുന്ന രണ്ട് പ്ലേസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്. 2 പ്ലേസസ് ആണ്. ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നത്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കുമായിട്ട് MTHL കണക്ട് ചെയ്യുന്ന രണ്ട് പ്ലേസസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാന്ദ്ര ടു വറോളി, പിന്നെ ചോദിക്കുന്നത് സെവ്രി ടു നവാഷെവ, പിന്നെ വരുന്നത് എന്താണ്? കൊളാബ ടു അലിബാഗ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഏതാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന രണ്ട് പ്ലേസസുകൾ സെവ്രി ടു നവാഷെവയാണ് വരുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? സെവ്രി ടു നവാഷെവ. വളരെ ഇമ്പോർട്ടന്റ് ആണ് സെവ്രി ടു നവാഷെവ. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ കൂടെ പറയാനുണ്ട്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിനെ നമ്മൾ അല്ലാതെ വിളിക്കുന്ന ഒരു പേരാണ് അടൽ സേതു. അതൊരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരെന്താണ്? അടൽ സേതു. ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവാഷെവ അടൽ സേതു എന്നതാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അടൽ സേതു എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം ആണ് ഞാനിപ്പോ പറഞ്ഞത്, അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവാഷെവ അടൽ സേതു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ്സ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ആണ്. ഇന്ത്യയിലെ തന്നെ ഒരു ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ്. ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകതയുണ്ട്. ഇത് എങ്ങനെയാണ്? സീ ബ്രിഡ്ജ് ആണ്. രണ്ട് പോയിന്റ്സുകളാണ് നമുക്കിവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഇതൊരു ലോങ്സ്റ്റ് ബ്രിഡ്ജ് ആണ്, അതിനോടൊപ്പം തന്നെ ഇതൊരു സീ ബ്രിഡ്ജ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതും കൂടെ നമുക്ക് നോക്കാനുണ്ട്. എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് മുംബൈയിലെ സെവ്രി മുതൽ നവാഷെവ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ സെവ്രി എന്ന് പറഞ്ഞാൽ മുംബൈയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ മുംബൈയിലെ സെവ്രി മുതൽ നവാഷെവ ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? റായ്ഗഡ് ഡിസ്ട്രിക്റ്റ് ആണ്. അതും കൂടെ നോക്കണം. റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലാണ് എന്തുള്ളത്? നവാഷെവ ഉള്ളത്. ഇവ തമ്മിൽ, അതായത് സെവ്രിയും നവാഷെവയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ പ്രത്യേകത എന്താണ്? അതൊരു അടൽ സേതു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ലോങ്സ്റ്റ് ബ്രിഡ്ജ് ആണ്, സീ ബ്രിഡ്ജ് ആണ്. ലോങ്സ്റ്റ് ആയിട്ടുള്ള സീ ബ്രിഡ്ജ് ആണ് ഇന്ത്യയില്. ഇത് ആര് തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സെവ്രിയും നവാഷെവയും തമ്മിലാണ്. ഈ സെവ്രി മുംബൈയിലും ഈ നവാഷെവ എവിടെയാണ്? റായ്ഗഡിലുമാണ്, റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലുമാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ബെസ്റ്റ് മോഷൻ പിക്ചർ അല്ലെങ്കിൽ ഡ്രാമ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയിട്ടുള്ള ബെസ്റ്റ് മോഷൻ പിക്ചർ ഡ്രാമ ഏതായിരുന്നു? ഇതിലെ ഓപ്പൺഹൈമർ ആയിരുന്നു. നോട്ട് ചെയ്ത് വെക്കാം. ഏതായിരുന്നു 81ലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ മോഷൻ പിക്ചർ അല്ലെങ്കിൽ ഡ്രാമ പിക്ചർ ഏതായിരുന്നു? ഓപ്പൺഹൈമർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ബെസ്റ്റ് ഫിലിം, അന്നത്തെ ബെസ്റ്റ് ഫിലിം ഓപ്പൺഹൈമർ ആയിരുന്നു. ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു? ലില്ലി ഗ്ലാഡ്സൺ ആയിരുന്നു. അവർ അഭിനയിച്ച ആ സിനിമയുടെ പേര് അല്ലെങ്കിൽ ആ ഫിലിമിന്റെ പേരാണ് കില്ലർ ഓഫ് ദി ഫ്ലവർ മൂൺ. നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ഫെസ്റ്റിവലിലെ ഏറ്റവും നല്ല ഫിലിം ഏതായിരുന്നു? ഓപ്പൺഹൈമർ ആയിരുന്നു. ആരായിരുന്നു ബെസ്റ്റ് ആക്ടർ? ലില്ലി ഗ്ലാഡ്സൺ ആയിരുന്നു ബെസ്റ്റ് ആക്ടർ. അവർ അഭിനയിച്ച ഫിലിമാണ് കില്ലർ ഓഫ് ദി ഫ്ലവർ മൂൺ. ഇനി ബെസ്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ക്രിസ്റ്റഫർ നെലോൺ ആയിരുന്നു. ഇദ്ദേഹം ഈ ഫിലിം പിടിച്ച ആളാണ്, അതായത് ആ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. ഓപ്പൺഹൈമറിന്റെ സംവിധായകനാണ് ആര്? ക്രിസ്റ്റഫർ നെലോൺ. അപ്പൊ അദ്ദേഹത്തിന് തന്നെയായിരുന്നു ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഫിലിം ഏതായിരുന്നു? അതും ഓപ്പൺഹൈമർ തന്നെയായിരുന്നു. നോട്ട് ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സീവുഡ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീവുഡ് എന്ന് പറഞ്ഞാല് കടൽപ്പായലിനെയാണ് ഈ പറയുന്നത്. ഈ കടൽപ്പായല് കൾട്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് വന്ന ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ട്. അത് എവിടെ വെച്ചാണ് നടന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് സീവുഡ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു നാഷണൽ കോൺഫറൻസ് നടന്നു. ആദ്യത്തെ നാഷണൽ കോൺഫറൻസ് ആണ്. അത് എവിടെ വെച്ചാണ് നടന്നത് എന്നതാണ് ചോദിക്കുന്നത്. കച്ച്, മുംബൈ, അമൃത്സർ എവിടെയായിരുന്നു ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസ് നടന്നത്? എവിടെ വെച്ചായിരുന്നു? കച്ചിൽ വെച്ചായിരുന്നു നടന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഗുജറാത്തിലെ കച്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് ആണ് ഇത് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഏത്
മാസത്തിലാണ്? ജനുവരി മാസത്തിലാണ്. 27-ാം തീയതി, ജനുവരി 27-ാം തീയതി 2024 നടക്കുന്നത്. കൊട്ടേശ്വറിലാണ്, അത് കച്ചിലാണ്, ഗുജറാത്തിലെ കച്ചിലുള്ള കൊട്ടേശ്വറിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് 2024 ജനുവരി 27-ന്. ഇത് ആരൊക്കെയാണ് ചേർന്ന് നടത്തിയത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിഷറീസും ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയും ചേർന്നിട്ടാണ് നടത്തിയത്. ശ്രീ പരിശോത്തമൻ റുബാലയാണ് ഇതിലെ അദ്ദേഹമാണ് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇതിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ എന്ന് വെച്ചാൽ, ഇത് എവിടെയായിരുന്നു നടന്നതെന്ന് ചോദിച്ചാൽ കച്ചിലാണ്. കച്ച് ഗുജറാത്ത് ഡിസ്ട്രിക്റ്റിലാണുള്ളത്. കച്ച് എന്ന് പറഞ്ഞാൽ കൊട്ടേശ്വർ എന്ന സ്ഥലത്ത് വെച്ച് 2024 ജനുവരി 27-നാണ് ഇത് നടത്തിയത്. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിഷറീസും ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയും ചേർന്നാണ് ഇത് നടത്തിയത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കടൽപ്പായൽ ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി, അതിന്റെ കൾട്ടിവേഷൻ പ്രൊമോഷന് വേണ്ടിയിട്ട് നടന്ന ഒരു കോൺഫറൻസ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതെന്തായിരുന്നു? ഈ ഒരു കോൺഫറൻസ് നടന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പാൻ ഇന്ത്യ ആയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു കടൽപ്പായലിന്റെ കൾട്ടിവേഷൻ പ്രൊമോഷൻ ചെയ്യണം, അത് എംഫസൈസ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. അതിന് നോട്ട് ചെയ്ത് വെക്കുക, ഇയറും നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നമുക്ക് ഈ ഒരു നേവൽ കമാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൗത്ത് നേവൽ കമാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു അടുത്ത കാലത്ത്, അതായത് ഈ തൊട്ടടുത്തൊരു സമയത്ത് വന്നൊരു പ്രോഗ്രാം ആയിരുന്നു, അല്ലെങ്കിൽ വന്നൊരു കാര്യമായിരുന്നു ഇത്. ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് ഒരു വ്യക്തി വരികയുണ്ടായി. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ദക്ഷിണ നാവിക കമാൻഡ്, അങ്ങനെ പറയാം, സദേൺ നേവൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ ദക്ഷിണ നാവിക കമാൻഡിന്റെ 30ാമത്തെ 13th ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫായി അടുത്തിടെ ഒരു വ്യക്തി വന്നിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക. സദേൺ നേവൽ കമാൻഡ് ആയിട്ട് 30ാമത്തെ ഫ്ലാഗ് ഓഫീസർ, സദേൺ നേവൽ കമാൻഡിന്റെ 30ാമത്തെ ഒരു വ്യക്തിയായിട്ട്, എന്ത് വ്യക്തിയായിട്ട്? ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് ഒരു വ്യക്തി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്, വൈസ് അഡ്മിറൽ എസ് വർമ്മ, കമാൻഡർ എ പക്താർ. ഇതിൽ ആരായിരുന്നു വന്നിരുന്നത്? ഏത് വ്യക്തിയായിരുന്നു വന്നിരുന്നത്? സംശയമൊന്നുമില്ല, ആരായിരുന്നു? ശ്രീനിവാസ് ആയിരുന്നു വന്നത്. അതായത് സദേൺ നേവൽ കമാൻഡിന്റെ 30ാമത്തെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് ആരായിരുന്നു വന്നത്? 30 എന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് മാറിക്കഴിഞ്ഞാൽ 30ാമത്തെ ആളാരാണ്, 31ാമത്തെ ആളാരാണ്, അങ്ങനെ ചോദിക്കുമ്പോഴും നമുക്ക് ഡൗട്ട് വരില്ല. ആരാണ്? അഡ്മിറൽ വി ശ്രീനിവാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർവേ ഡെവലപ്മെന്റ് കൗൺസിൽ ഹോസ്റ്റ് ആയിട്ടുള്ള ഇൻലാൻഡിന്റെ ഫസ്റ്റ് അവർ മീറ്റിംഗ് നടക്കുന്നത് എവിടെ വെച്ചായിരുന്നു? കൊച്ചി, മഹാരാഷ്ട്ര, കൊൽക്കത്ത. എവിടെ വെച്ചായിരുന്നു? കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഇൻലാൻഡിന്റെ വാട്ടർവേ ഡെവലപ്മെന്റ് കൗൺസിൽ ഹോസ്റ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് അവർ മീറ്റിംഗ് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മ്യൂണിറ്റിയുടെ 2024 ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതിന്റെ പേര് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്നാണ്. അത് 2024 ഇത് നടക്കുന്നത്. ഈ 2024 നടക്കുന്ന ഈ ഒരു കമ്മിറ്റി എവിടെ വെച്ചിട്ടാണ്, ഏത് കൺട്രിയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ, ജപ്പാൻ, ഫ്രാൻസ്. ഒരു ഡൗട്ടും ഇല്ല, ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. എപ്പോഴാണ്? ജൂലൈ 21 മുതൽ 31 വരെയാണ്. ന്യൂഡൽഹിയാണ് പ്ലേസ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി നടക്കുന്നത്. 46ാമത്തെ സെക്ഷൻ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 46 ആണ് സെക്ഷൻ 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് ഹെൻലി പാസ്പോർട്ട് ഉണ്ട്. അതായത് 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിംഗ് ലെവൽ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. എത്രയാണ് റാങ്കിംഗ് ലെവല്? 80 ആണോ, 10 ആണോ, 30 ആണോ? 80 ആണ്. ഈ ഹെൻലി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു 60 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പോകാനായിട്ട് സാധിക്കും. അതാണ് ഈ ഹെൻലി പാസ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 80ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. എത്രാമത്തെ സ്ഥാനമാണ്? 80ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് ICC 2020 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പില്
ഏത് കൺട്രി ജോയിന്റ് ആയിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ആതിഥേയത്വം വഹിക്കുന്നത് ഏത് കൺട്രികൾ ചേർന്നിട്ടാണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്, ഇംഗ്ലണ്ട് ആൻഡ് സൗത്ത് ആഫ്രിക്ക. ആരൊക്കെ തമ്മിലാണ്? വെസ്റ്റ് ഇൻഡീസും യുണൈറ്റഡ് സ്റ്റേറ്റും ചേർന്നിട്ടാണ് ആ ഒരു ഹോസ്റ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? വെസ്റ്റ് ഇൻഡീസും യുണൈറ്റഡ് സ്റ്റേറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. 9ാമത്തെ എഡീഷനില്, അതായത് 9ാമത്തെ എഡീഷനിൽ 2020 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2024 നടക്കുന്നുണ്ട്. അതിൽ വെസ്റ്റ് ഇൻഡീസും യുണൈറ്റഡ് സ്റ്റേറ്റും കൂടെ ചേർന്നിട്ടാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ജൂൺ 1-ന്, അതായത് ജൂൺ 1-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫൈനൽ പ്ലേ വരുന്നത്, അതായത് ഒരു ജൂൺ 29-ന് ബാർബോഡ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 20 ടീംസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 55 മാച്ച് ഉണ്ട്. 9 വെന്യൂ ഉണ്ട്. 9 സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? 9th എഡിഷന് വരുന്ന 2024-ലെ 2020 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പില് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ഇൻഡീസും യുണൈറ്റഡ് സ്റ്റേറ്റും ആണ്. 1 ജൂണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 ജൂണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 29 ജൂൺ 29 വരെയാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. 20 ടീംസ് ഉണ്ട് ടോട്ടല്. 55 മാച്ച് ഉണ്ട്. 9 വെന്യൂലായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ്, ആരാണ് ആദിത്യ L1 മിഷന്റെ ഡയറക്ടർ? ആരാണ് ആദിത്യ L1 മിഷന്റെ ഡയറക്ടർ, പ്രൊജക്ട് ഡയറക്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പ്രൊജക്ട് ഡയറക്ടർ ആയിട്ട് വരുന്നത്? ആരായിരിക്കും? നിഖർ സാജി ആണോ, സോമനാഥ് ആണോ, ഡോക്ടർ വിനോദ് ആണോ? ഇതിൽ ആരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നിഖർ സാജി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ആദിത്യ L1 മിഷന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, അത് ആരാണ്? നിഖർ ഷാജിയാണ്. നിഖർ സാജിയാണ് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഫസ്റ്റ് നാഷണൽ ഹൈവേസ് സ്റ്റീൽ സ്ലാഗ് റോഡ് ഉപയോഗിച്ച് പണിതിട്ടുണ്ട്. അതായത് സ്റ്റീൽ സ്ലാഗ് വെച്ച് പണിതിട്ടുണ്ട്. സ്റ്റീൽ സ്ലാഗ് റോഡ് വരുന്നുണ്ട്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്റ്റീൽ വെച്ചിട്ട് നിർമ്മിക്കുന്ന റോഡാണ്. അത് ഏത് നാഷണൽ ഹൈവേ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡാണ്. അത് ഏത് നാഷണൽ ഹൈവേ ആണെന്നാണ് ചോദിക്കുന്നത്. NH66, NH30, NH11. ഒരു ഡൗട്ടും ഇല്ല, NH66 ആണ്. അതായത് സ്റ്റീൽ വെച്ചിട്ടാണ് അതിന്റെ ഇത് വരുന്നത്. ആ റോഡ് പണിയുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ്. അതാണ് ഏത്? NH66, NH66. അങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വരുന്നത്, ഇതിന്റെ ഒരു പ്രത്യേകത കുറച്ചുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേയുടെ സ്റ്റീൽ സ്ലാഗ് റോഡാണ്. അതാണ് NH66. മുംബൈ ടു ഗോവയിലേക്കാണ് ഇത് പോകുന്നത്. 2022 ജൂൺ മാസത്തില്, 2022 ജൂണിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ജൂണിലാണ് 2022. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ സംസ്കരിച്ച സ്റ്റീൽ ഉണ്ടല്ലോ, അതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് എന്താണ്? സ്റ്റീൽ റോഡ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റോഡാണല്ലോ, സ്റ്റീൽ റോഡാണ്. അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നഗരം ലഭിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ഏതായി മാറി? ഗുജറാത്തായി മാറി. ഗുജറാത്തിലെ സൂററ്റിലാണ് ഇത് വരുന്നത്. അപ്പൊ ഗുജറാത്തിലെ സൂററ്റിലാണ് ഈ ഒരു നാഷണൽ ഹൈവേ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ ഹൈവേ ആണ് സ്റ്റീൽ സ്ലാഗ് റോഡായിട്ട് വരുന്നത്. അപ്പൊ അത് ഏതാണ്? NH66, മുംബൈ ടു ഗോവയാണ് ഇത് വരുന്നത്. ആ ഒരു റോഡാണ് അതാണ് വരുന്നത്. അപ്പൊ 2022 ജൂണിലാണ് ഇത് വരുന്നത്. സൂററ്റ് ഗുജറാത്തിലാണ് ഇത് ഉള്ളത്. അപ്പോ ഗുജറാത്ത് എന്തായി? സൂറത്ത് എന്തായി? ഗുജറാത്തിലെ ഫസ്റ്റ് സിറ്റിയാണ്, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് സിറ്റിയാണ് സ്റ്റീൽ സ്ലാഗ് റോഡ് ഉള്ളത്. അങ്ങനെ ഒരു ബഹുമതിയും കൂടെ അതിന് ലഭിക്കാനുണ്ടായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 76ാമത്തെ ആർമി ഡേ, അതായത് 2024 76ാമത്തെ ആർമി ഡേയുടെ തീം എന്താണ്? തീം എന്തായിരുന്നു ആർമി ഡേയുടെ? ആർമി ഡേ പരേഡ് നടക്കുന്നത് 15th ജനുവരിയിലാണ്, ലക്നൌവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 15th ജനുവരിയിൽ ലക്നൌവിൽ വെച്ചാണ് നടന്നത് ആർമി ഡേയുടെ പരേഡ്. ഈ 76ാമത്തെ ആർമി ഡേയുടെ പ്രത്യേകത, അതിന്റെ തീം എന്തായിരുന്നു? തീം? ഇയർ ഓഫ് ഇന്നോവേഷൻ ആയിരുന്നു, ഇയർ ഓഫ് ടെക്നോളജി അബ്സർവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു? ഇയേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ആയിരുന്നു? ഇയർ ഓഫ് അബ്സോർപ്ഷൻ ആയിരുന്നു. അതായത് ടെക്നോളജി അബ്സോർപ്ഷൻ ആയിരുന്നു അതിന്റെ തീം എന്ന് പറഞ്ഞാൽ.
അതായത് ആ തീം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ അബ്സോർബ് ചെയ്യുക, ആഗിരണം ചെയ്യുന്ന വർഷം, അതായത് ടെക്നോളജി അബ്സോർബ് ചെയ്യുന്ന വർഷം എന്ന ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇയേഴ്സ് ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ അല്ല, ഡെവലപ്മെന്റ് അല്ല, ടെക്നോളജിക്കാണ് 76th ആർമി ഡേ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ അതിന്റെ തീം അതാണ്. എവിടെ വെച്ചായിരുന്നു നടന്നത്? ലക്നൌവിൽ വെച്ചായിരുന്നു. 15th ജനുവരിയിലാണ് ഇത് നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബുക്കാണ്. ആരാണ് ഈ ബുക്സ് എഴുതിയെന്നാണ് ചോദിക്കുന്നത്. അതായത് ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ ഭാരത് മാർച്ച് ടുവേർഡ് ഫെർട്ടിലൈസ് സെൽഫ് സഫിഷ്യൻസി. വലിയൊരു പേരാണ്, പക്ഷെ പേടിക്കൊന്നും വേണ്ട. ഇത് ആരാണ് എഴുതിയത്? ആരാണ് ഇതിന്റെ ഓഥർ എന്നതാണ് ചോദ്യം. ഇത് ആരെഴുതിയ പുസ്തകമാണ്? നിർമ്മല സീതാരാമനാണോ, നരേന്ദ്രമോദിയാണോ, അല്ലെങ്കിൽ ബി.ആർ. മൻസുഖ് മണ്ഡവിയാണോ? ആരാണ്? മൻസുഖ് മണ്ഡവിയാണ് ഇത് എഴുതിയത്. പേരും ഒരിത്തിരി ടഫായിട്ട് നമുക്ക് തോന്നും, എങ്കിലും ചില കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അപ്പൊ നമുക്ക് കിട്ടും. ഫെർട്ടിലൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആരാണ്? മൻസുഖ് മണ്ഡവിയാണ് ഈ ബുക്സ് എഴുതിയത്. ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ ഭാരത് മാർച്ച് ടുവേർഡ് ഫെർട്ടിലൈസർ സെൽഫ് സഫിഷ്യൻസി എന്നതാണ് ആ ബുക്കിന്റെ പേര്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണ്? വിങ്സ് ഇന്ത്യ 2024ന്റെ ഇവന്റ് നടന്ന എയർപോർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് വിങ്സ് ഇന്ത്യ 2024ന്റെ ഇവന്റ് നടന്നത്? എവിടെ വെച്ചിട്ടാണെന്ന്? ബേഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ് ആണോ, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി ആണോ, അല്ലെങ്കിൽ കോമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരു ആണോ? എവിടെ വെച്ചായിരുന്നു അത് നടന്നത്? വിങ്സ് ഇന്ത്യ 2024 ബേഗംപെട്ട് എയർപോർട്ട് ഹൈദരാബാദ്. എവിടെ വെച്ചായിരുന്നു? ബേഗംപെട്ട് എയർപോർട്ട് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് വിങ്സ് ഇന്ത്യയുടെ 2024ന്റെ ഇവന്റ് നടന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യം നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ജനുവരി 18th മുതൽ 21 വരെയായിരുന്നു. 2024 ഈ ബേഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് ജനുവരി 18 മുതൽ 21 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. ഈ ഒരു പ്രോഗ്രാമിന് ആരാണ് ഓർഗനൈസ് ചെയ്തത്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരുന്നു. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം വന്നത്. ഓക്കെ, ഏവിയേഷൻ ഇവന്റ്സ് ആണ് നടത്തിയത്. ഏവിയേഷൻ ഇവന്റിന്റെ ഒരു പ്രോഗ്രാം ഏത് സമയം വരെ ഉണ്ടായിരുന്നു? ജനുവരി 18 മുതൽ ജനുവരി 21 വരെ ഉണ്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു സ്ഥലം? ബേഗംപേട്ട് എയർപോർട്ട് ഇൻ ഹൈദരാബാദ്. അല്ലെങ്കിൽ ബേഗംപേട്ട് എയർപോർട്ട് എവിടെയാണെന്ന് ചോദിക്കാം. അതിന്റെ ആൻസർ എന്താണ്? ഹൈദരാബാദ്. അവിടെ വെച്ചിട്ടാണ് വിങ്സ് ഇന്ത്യ ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ചോദിക്കുന്നത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഹംപ്ഡ് കാറ്റിൽ ബ്രീഡ് ഉണ്ട്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഉയരം കുറഞ്ഞ കന്നുകാലി എന്ന് പറയൂലേ, അത് ഏതായിരുന്നു? ഗയർ കാറ്റിൽ ആയിരുന്നോ, അല്ലെങ്കിൽ പൂങ്ങന്നൂർ കൗ ആയിരുന്നോ, അല്ലെങ്കിൽ ഏതാണ്? സഹ്വാൾ കാറ്റിൽസ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? പൂങ്ങന്നൂർ കൗ ആണ്. അതായത് ഷോർട്ടസ്റ്റ് ഹംപ്ഡ് ഒരു കന്നുകാലിയാണ്. അതിന്റെ പ്രത്യേകത, ബ്രീഡിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇത് വളരെ ഉയരം കുറഞ്ഞതാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇത് ഉള്ളത്. ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്ത്, അതായത് റൈലാസീമ എന്നാണ് അതിന്റെ പേര്. റൈലാസീമ എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ് ഇത് വരുന്നത്. അവിടത്തെയുള്ള ചിറ്റൂർ ജില്ലയിലാണ് നമുക്ക് ഈ ഒരു കൗവിനെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു കുള്ളൻ കൗവാണ്, കുള്ളൻ ബ്രീഡാണത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70 മുതൽ 90 സെന്റിമീറ്റർ വരെ മാത്രമേ ഇതിന് ഉയരം ഉണ്ടാവുള്ളൂ. 70 മുതൽ ഒരു 90 സെന്റിമീറ്റർ വരെ മാത്രമേ ഇതിന് ഉയരം ഉണ്ടാവുള്ളൂ. ഒരു 115 മുതൽ ഒരു 200 കിലോ വരെയൊക്കെ ഇതിന് എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കന്നുകാലിയാണത്, ഒരു കാറ്റിലാണ്. അതായത് 70 മുതൽ 90 വരെ സെന്റിമീറ്റർ അതിന് ഉയരം ഉണ്ടാവുള്ളൂ. ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലത്ത് ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് കാണുന്നത്. ഏത് റീജിയൻ ആണെന്ന് ചോദിച്ചാൽ മാത്രം ഏത് റീജിയൻ ആണെന്ന് പറയേണ്ടത്? റൈലസീമ അതാണ് അതിന്റെ പേര്. ആ റൈലസീമ റീജിയനിലാണ് കാണുന്നത്. ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ്, ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. പുങ്ങന്നൂർ കൗ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു കുള്ളൻ ബ്രീഡാണ്, നല്ല ഭംഗിയാണ് അതിനെ കാണാനൊക്കെ ആയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ ഇന്നോവേഷൻ സെന്റർ ഫോർ ഗ്രാഫിൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്?
ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫിൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചി, കേരളത്തിലെ കൊച്ചിയില്, ഹൈദരാബാദ് എവിടെയാണ്, തെലങ്കാനയിലെ ഹൈദരാബാദില്, രാജസ്ഥാനിലെ ജയ്പൂരിൽ. ഇതിലേത് സ്ഥലത്താണ് ഈ ഒരു ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫിൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ഡൗട്ടും വിചാരിക്കേണ്ട, നമുക്ക് ഏതാണ് ഉത്തരമായിട്ട് കിട്ടുന്നത്? കൊച്ചിയാണ്. കേരളത്തിലെ കൊച്ചിയിലാണ് ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫൈൻ ഉള്ളത്. അവിടെ ഗ്രാഫിന്റെ ആ ഒരു ലൊക്കേഷൻ വരുന്ന എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ നീതി ആയോഗ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച്, ഈ നീതി ആയോഗിന്റെ ആ റെക്കോർഡ് അനുസരിച്ച് ഇന്ത്യൻ സ്റ്റേറ്റില് ഈ ഒരു പോവർട്ടി ലെവൽ പറയുമല്ലോ, അതായത് ദാരിദ്ര്യം പറയുമ്പോൾ ഈ ബഹുമുഖ ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ഏറ്റവും കുറവ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് വരുന്ന ആ ഒരു ദാരിദ്ര്യ രേഖ, മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി, അത് ഏറ്റവും കൂടുതൽ കുറവുള്ളത്, ലാർജസ്റ്റ് ഡിക്ലൈൻ ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റുകളിലാണെന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് കേരള, ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് മധ്യപ്രദേശ്, കർണാടക, തമിഴ്നാട് ആൻഡ് കേരള. ഇതിലേതിലാണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഡിക്ലൈൻ ചെയ്തിരിക്കുന്നത്, ലാർജസ്റ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് നീതി ആയോഗിന്റെ കണക്കനുസരിച്ചിട്ട്? ഏതാണ്? ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് മധ്യപ്രദേശ് ആണ് കറക്റ്റ് ആൻസർ. ഈ മൂന്ന് സ്റ്റേറ്റുമാണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി കുറവായിട്ട് കൺസിഡർ ചെയ്യുന്നത് നീതി ആയോഗ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് സാധ്യതയുണ്ട്, ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പറയുന്നത് രോഹിത് ശർമ്മയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് നമുക്ക് അറിയാലേ, രോഹിത് ശർമ്മ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് ടീമിനെതിരെയാണ് രോഹിത് ശർമ്മ ഫിഫ്ത്ത് സെഞ്ചുറി എടുത്തത്? 2020 ഇന്റർനാഷണൽ ഗെയിമില്, അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സില്, ആ ഒരു ക്രിക്കറ്റില് 5th സെഞ്ചുറി എടുത്തത് ഏത് ടീമിനെതിരെയാണ് രോഹിത് ശർമ്മ? ഏത് ടീമിനെതിരെയാണ്? ഇപ്പൊ തന്നെ പലരും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. സ്പോർട്സിനോട് താല്പര്യമുള്ളവർ പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ഏതാണ്? അഫ്ഗാനിസ്ഥാനെതിരെയാണ്. രോഹിത് ശർമ്മ 50th സെഞ്ചുറി എടുത്തത് ആർക്കെതിരെയാണ്? അഫ്ഗാനിസ്ഥാനെതിരെയാണ്. അഫ്ഗാനിസ്ഥാനെതിരെയായിട്ടുള്ള കളിയിലാണ് ഇത് ചെയ്തത്. രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തിന്? 5 സെഞ്ചുറീസ് ആണ് എടുത്തത്. ഈ 2020 ഇന്റർനാഷണൽ ആ ഒരു ക്രിക്കറ്റില് 5 സെഞ്ചുറീസ് എടുത്ത വ്യക്തിയാണ്. അതായത് ആ ഒരു ഈ ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ്, നാഴികക്കല്ല് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കും. ജനുവരി 17-നായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നത്. 2024 ജനുവരി 17 ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ക്രിക്കറ്റ് നടന്നത്, ഈ ഒരു ഗെയിം നടന്നത്. അതിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നേട്ടം നേടിയെടുത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള. നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കും, കേരള കേട്ടിട്ടില്ല, അവിടെ ഇല്ല. പിന്നെ വരുന്നത് മഹാരാഷ്ട്രയും മധ്യപ്രദേശുമാണ്. ഇതിൽ ഏതായിരിക്കും? ഇതിൽ ഓപ്ഷൻസ് മാറി തരാട്ടോ. ഇപ്പൊ ഏതെങ്കിലും വേറെ ഓപ്ഷൻസും തരാം. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിലാണുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക, എവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതെന്താണ്, ഈ ഒരു പഞ്ച് ടൈഗർ റിസർവും ഉള്ളത് അവിടെയാണ്. പഞ്ച് ടൈഗർ റിസർവും അവിടെ തന്നെയാണുള്ളത്, മഹാരാഷ്ട്രയിൽ തന്നെയാണുള്ളത്. അതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് ആയിട്ട് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ഡാർക്ക് സ്കൈ പാർക്ക് ഏതാണ്? പഞ്ച് ടൈഗർ റിസർവ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ നമ്മളെ കുഴപ്പിക്കും. മധ്യപ്രദേശ്, കേരള, കർണാടക, അങ്ങനെ പലതും തരും.
അപ്പൊ നമുക്ക് മാറിപ്പോവരുത്. ഏതാണ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക്? അത് പഞ്ച് ടൈഗർ റിസർവ് ആണ്. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ്. PTR എന്ന് തന്നാലും ഡൗട്ട് വരരുത്, അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഘോളയെ കുറിച്ച് പറയാം അല്ലെ. ഘോളെ എന്ന് നമുക്ക് കേട്ടിട്ടുള്ള 6th ഘോളെ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 6ാമത്തെ ഘോളെ നടന്നത് എവിടെയായിരുന്നു നടന്നത്? അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു ചോദ്യമാണ്. കാരണം അതിന്റെ ചിഹ്നം ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് ഈ അടുത്ത് ചോദിച്ചിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് 2023 ഘോളെ ഇന്ത്യ യൂത്ത് ഗെയിമിന്റെ ചിഹ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. അതിന് ഓപ്ഷൻസും തന്നിരുന്നു. താരാബായി, ദുർഗാവതി, വീരമാംഖെ. ഏതായിരുന്നു തീം? എന്തായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു തീം മീൻസ് ആ ഒരു ചിഹ്നം ഏതായിരുന്നു? വീർ മാംഖെ ആയിരുന്നു. ഏതാണ്? താരാബായി അല്ല, അതുകൂടാതെ ദുർഗാവതി അല്ല. ഏതായിരുന്നു? വീർ മാംഖെ ആയിരുന്നു ആൻസർ. ഈ വീർ മാംഖയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അവര് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇതിന് വേറെ പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് ആദ്യം അവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഘേലയെ കുറിച്ച് പറയാം. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്? PM മോദിയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. 6th ഘേലെ എവിടെയാണ് നടന്നത്? ചെന്നൈയിലാണ് നടന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ചെന്നൈ. അവിടെ വെച്ചിട്ടാണ് ഈ 6ാമത്തെ ഘേലെ നടക്കുന്നത്. ഇത് ഒരു യൂത്ത് ഗെയിം ആണെന്ന് പറഞ്ഞു. 2023 യൂത്ത് ഗെയിം നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ പ്രത്യേകത, ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതാണ് ഈ ഒരു 6th ഘേലയുടെ പ്രത്യേകത. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഘേല ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ വരുന്നത് ഈ 2023 ഇനി നമുക്ക് ഇതിൽ പറയേണ്ട വ്യക്തിയാണ് ആരെ കുറിച്ച്? വീർ മാംഖയെ കുറിച്ച്. വീർ മാംഖെ എന്ന് പറഞ്ഞാൽ അവർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവരെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ, ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ, ഒരു കോളനി റൂളിനെതിരെയൊക്കെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇന്ത്യക്കാരിയാണ് ആള്. അതുകൊണ്ടാണ് വീർ മാംഖയുടെ പേര്. അവരെ വീർ മാംഖെ എന്ന് വിളിക്കുന്ന അവരുടെ യഥാർത്ഥ പേരെന്തെന്ന് ചോദിച്ചാൽ അതെന്താണ്? റാണി വേലു നച്ചിയാർ എന്നാണ്. ആ റാണി എന്ന് പറഞ്ഞ അവരെ വീർ മാംഖെ എന്ന് വിളിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിമിന് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് എന്ത് കൊടുത്തിരിക്കുന്നത്? ചിഹ്നമായിട്ട്. അതായത് അവരാണ് ഈ ഒരു ഗെയിമിന്റെ ചിഹ്നമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ഗെയിം നടന്നത് എപ്പോഴായിരുന്നു? 9th മുതൽ 31st വരെയായിരുന്നു. ജനുവരിയിലെ 19 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു നടന്നത് 2024. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ചിഹ്നം ഏതാണെന്ന് ചോദിക്കും, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ദിവ്യകൃതി സിംഗ് എന്ന് പറഞ്ഞ ഒരു ലേഡി, അവര് അർജുന അവാർഡ് റിസീവ് ചെയ്ത വ്യക്തിയാണ്. അതായത് എങ്ങനെയാണ് അവരെ പ്രത്യേകത? ആദ്യത്തെ ഒരു ഇന്ത്യൻ വനിതയാണ് ദിവ്യകൃതി സിംഗ്. അവരെന്താണ് നേടിയത്? അർജുന അവാർഡ് നേടി. അത് ഏത് ഗെയിമിലാണ്? അതാണ് ക്വസ്റ്റ്യൻ. അവർ ഏത് സ്പോർട്സ് ഐറ്റത്തിനാണ് ഈ ഒരു അർജുന അവാർഡ് നേടുന്നത്? ദിവ്യകൃതി സിംഗ് അർജുന അവാർഡ് നേടുന്നത് ഏത് ഗെയിമിനാണെന്ന് ചോദിച്ചിരുന്നു. ഏതിനാണ്? ബാഡ്മിന്റൺ ആണോ, ബോക്സിംഗ് ആണോ, അല്ലെങ്കിൽ ഇക്വസ്ട്രിയൻ സ്പോർട്സ് ആണ്? ഇക്വസ്ട്രിയൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കുതിര സവാരിയെ വിളിക്കുന്ന പേരാണ്. ഏതിനായിരുന്നു? ഒരു ഡൗട്ടും ഇല്ല, ഇക്വസ്ട്രിയൻ സ്പോർട്സിനാണ് അവർക്ക് എന്ത് കിട്ടിയത്? അർജുന അവാർഡ് കിട്ടിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2023 ബാഡ്മിന്റൺ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ആർക്കാണ് കിട്ടിയിരുന്നത്? 3 ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. 3 ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ചോദ്യം എന്താണ്? ഒരിക്കൽ കൂടെ പറയാണ്. 2023 ബാഡ്മിന്റൺ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ഇവരിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ പറയുന്നത് ശ്രീ രംഗി റെഡ്ഡി സാത്വിക് സായിരാജ്, ശ്രീ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, ഇവർക്ക് 2 പേർക്കും കിട്ടിയിരുന്നു. അങ്ങനെയും പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ എന്താണ്? ആക്ച്വലി ഇവർക്ക് 2 പേർക്കും കിട്ടിയിരുന്നു. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് 2023 ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കാ കിട്ടിയിരുന്നു? ശ്രീ രംഗി റെഡ്ഡി സാത്വിക് സായി രാജിനും ശ്രീ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും കിട്ടിയിരുന്നു. ഇവർക്ക് 2 പേർക്കും ഈ അവാർഡ് കിട്ടിയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ.
PM വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞ യോജന റീസെന്റ് ഏത് യൂണിയൻ ടെറിട്ടറിക്കാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? PM വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏത് യൂണിയൻ ടെറിട്ടറിക്കാണ് റീസെന്റ് കിട്ടിയത്? ഛത്തീസ്ഗഡിനാണോ, ജമ്മു ആൻഡ് കാശ്മീരിനാണോ, ലഡാക്കിനാണോ? ജമ്മു ആൻഡ് കാശ്മീരിനാണ് കിട്ടിയത്. PM വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞത് ആർക്കാണ് കിട്ടിയത്? ആർക്കായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീരിനായിരുന്നു. ഇത് ലോഞ്ച് ചെയ്ത് 7th സെപ്റ്റംബർ 2023 2023 സെപ്റ്റംബർ 17 ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് അവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു നേവിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ പറയുന്നത് വെസ്റ്റേൺ നേവൽ കമാൻഡിനെ കുറിച്ചാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫ്ലാഗ് ഓഫീസർ ആയിട്ട് കമാൻഡിംഗ് ചീഫ് ഈ ഒരു അടുത്ത കാലത്ത് ഒരു പൊസിഷനിൽ വന്നിരുന്നു. ആ വ്യക്തി ആരാണ്? അതായത് വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫ് ആയിട്ട് വന്ന വ്യക്തി ആരാണ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജിത് സിംഗ്, വൈസ് അഡ്മിറൽ രാജേഷ് പെൻഡാർക്കർ, വൈസ് അഡ്മിറൽ വി കുമാർ. ഇതിൽ ആരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആർക്കായിരുന്നു അത്? ഓപ്ഷൻ എ ആയിരുന്നു. വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജിത് സിംഗ് ആണ് വെസ്റ്റ് നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് ഈ അടുത്ത കാലത്ത് സ്ഥാനമേറ്റ വ്യക്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡോക്ടർ അരവിന്ദ് പനഗിരിയ, പിന്നെന്താണ് ഡോക്ടർ രഘുറാം രാജൻ, അടുത്ത ആരാണ്? ശ്രീ എസ് ഗോപാലകൃഷ്ണൻ. ഇതിൽ ആരാണ് ശരിയായിട്ടുള്ള ആൻസർ? ഡോക്ടർ അരവിന്ദ് പനഗരികയാണ് കറക്റ്റ് ആയിട്ട്. പനഗരിയ, അതാണ് പനഗരിയ എന്ന് പറഞ്ഞാൽ മതി. പനഗരിയ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആരായിരുന്നു 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഓക്കെ, ഈ ഒരു കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് 2023 ഡിസംബർ 31 അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ 31 2023 ഈ ഒരു കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ആരാണ്? അടുത്തത് ഒരു അവാർഡിനെ കുറിച്ചാണ്. അപ്പൊ അവാർഡിനെ കുറിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. 2024 ഒരു അവാർഡിനെ കുറിച്ചാണ് പറയുന്നത്. MS സ്വാമിനാഥൻ അവാർഡ് 2024 കിട്ടിയിരുന്നു. ഇത് ആർക്കാണ് കിട്ടിയിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MS സ്വാമിനാഥൻ അവാർഡ് 2024 ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്? ഡോക്ടർ PV സത്യനാരായണ, പ്രൊഫസർ BR കാംപേജ്, അടുത്ത ആരാണ്? സുരി സഹ്വാൾ. ഇതിൽ ആർക്കായിരുന്നു MS സ്വാമിനാഥൻ അവാർഡ് 2024 കിട്ടിയത്? ആർക്കായിരുന്നു? പ്രൊഫസർ കാംപോജിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. പ്രൊഫസർ കാംപോജ് അദ്ദേഹത്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വൈസ് ചാൻസലർ ആണ്. എവിടുത്തെ വൈസ് ചാൻസലർ ആണ് അദ്ദേഹം? ഹരിയാനയിലുള്ള ഒരു കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണ് അദ്ദേഹം. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ ഒരു ഒറിജിനൽ പേര് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റും? അതായത് ഡോക്ടർ BR കംപോജ് എന്ന് പറഞ്ഞാൽ ചൗധരി ചരൺ സിംഗ് ഹരിയാന സർവകലാശാലയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആരായിരുന്നു? വൈസ് ചാൻസലർ ആയിരുന്നു. ഹരിയാന യൂണിവേഴ്സിറ്റി, ഹരിയാനയിലെ എന്ത് യൂണിവേഴ്സിറ്റി? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അയോധ്യ എയർപോർട്ട്, അതായത് ഇപ്പോ കറന്റ് വന്ന അയോധ്യ എയർപോർട്ടിന്റെ പുതിയ പേര്, അതായത് ആ വിമാനത്താവളത്തിന് കേന്ദ്ര മന്ത്രിസഭ ഒരു പുതിയ പേര് കൊടുത്തായിരുന്നു. യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഒരു പുതിയ പേര് കൊടുത്തായിരുന്നു. എന്താണ് ആ പേര് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. രാമ അന്താരാഷ്ട്ര എയർപോർട്ട്, പിന്നെന്താണ്? അതായത് രാമ ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെന്താണ് തന്നിരിക്കുന്നത്? മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്, സീത ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിൽ ഏത് പേരാണ് കൊടുത്തിരിക്കുന്നത്? അയോധ്യ എയർപോർട്ട് എന്ന് കേൾക്കുമ്പോൾ രാമ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ ഓപ്ഷൻ തന്നാൽ അത് എഴുതി വെക്കരുത്. ഏതാണ് കറക്റ്റ്? മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അത് നോട്ട് ചെയ്ത് തന്നെ വെക്കണം. ഒരിക്കലും എന്ത് എഴുതരുത്? രാമ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന്
എഴുതി വെക്കരുത്, അത് തെറ്റാണ്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് ബീച്ച് ഗെയിം എവിടെയാണ് നടന്നത്? ഇന്ത്യയിലെ ഫസ്റ്റ് എവർ മൾട്ടി സ്പോർട്ട് ബീച്ച് ഗെയിം എവിടെയാണ് നടന്നത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. ജുഹു ബീച്ച് മുംബൈ, മറീന ബീച്ച് ചെന്നൈ. പിന്നെ വന്നിരിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ കയറി വന്നുപോയി, അതാണ് പറ്റിയത്. ഖോഖലെ ബീച്ച് എവിടെയാണ്? ദിയു. ഇവിടെ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആൻസർ വരുന്നത്? ഇത് സി ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? എവിടെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നത്? ഖോഖലെ ബീച്ചിലാണ്. ഖോഖലെ ബീച്ചിലാണ് അത് നടന്നത്. എവിടെയായിരുന്നു ഫസ്റ്റ് എവർ മൾട്ടി സ്പോർട്ട് ബീച്ച് ഗെയിം നടന്നത്? ഖോഖലെ ബീച്ചിലായിരുന്നു നടന്നത്. ദിയുവിലുള്ള ഖോഖലെ ബീച്ചിലാണ് നടന്നത്. അതിന്റെ തീം എന്തായിരുന്നു? ഡോൾഫിൻ ആയിരുന്നു തീം. ഡോൾഫിൻ ആയിരുന്നു അതിന്റെ തീമായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതാണ്, വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദ എക്സ്പോസാറ്റ് മിഷൻ? ആരാണ് എക്സ്പോസാറ്റ് മിഷൻ ലോഞ്ച് ചെയ്തത്? ആരാണ്? നാസയാണോ? ESA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇവരിൽ ആരാണ് ഇത് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന മിഷൻ ലോഞ്ച് ചെയ്തത്? ഒരു ഡൗട്ടും ഇല്ല, ISRO ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. 2024 ജനുവരി 1 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. എവിടുന്നാണ്? ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് 2024 ജനുവരി 1 എക്സ്പോസാറ്റ് എന്ത് ചെയ്യുന്നത്? സക്സസ്ഫുള്ളി ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ഫുൾ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. PS4C58 എക്സ്റേ പോളാറിമീറ്റർ സാറ്റലൈറ്റ്. ഇത് വലിയവരോട് പഠിക്കണം എന്നില്ല, എങ്കിലും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. എക്സ്പോസാറ്റ് ആരുടെയാണ്? ഇന്ത്യയുടേതാണ്, ISROയുടെയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന്, അതായത് ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് 2024 ജനുവരി 1 ഇത് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് ആണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഇതൊരു മിലിറ്ററി എക്സസൈസ് ആണ്. 2 കൺട്രീസുകൾ ചേർന്നാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ് ചെയ്തത്. ആരൊക്കെയാണ് എന്നതാണ് ചോദ്യം. ആരൊക്കെയായിരുന്നു? ഇന്ത്യ ആൻഡ് സൗദി അറേബ്യ, ഇന്ത്യ ആൻഡ് UAE, ഇന്ത്യ ആൻഡ് ഒമാൻ. ഇതിൽ ആരായിരുന്നു ഈ ഒരു സൈക്ലോൺ 2024 ചെയ്തത്? ഇതൊരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആയിരുന്നു. ആരായിരുന്നു? ഇന്ത്യ ആൻഡ് UAE. അതാണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയും UAEയും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. 2024 ഇത് ചെയ്തത്. എവിടെയാണ്? രാജസ്ഥാനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സ്ഥലം. രാജസ്ഥാനിൽ വെച്ച് ചെയ്യാനാണ് ഇത് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. ഇതിനു മുമ്പ് തന്നെ UAEയും ഇന്ത്യയും തമ്മിൽ എയർഫോഴ്സ് എക്സസൈസ് ചെയ്തിട്ടുണ്ട് 2008 അബുദാബിയിൽ വെച്ചിട്ട്. അപ്പൊ 2008 അബുദാബിയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു? എയർഫോഴ്സ് എക്സസൈസ് ആയിരുന്നു. ഇന്ത്യയും UAEയും ചേർന്നിട്ട്. രാജസ്ഥാനിൽ വെച്ച് നടക്കുന്നതാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഇന്ത്യയും UAEയും ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് ദ യുഗാനിധി സ്കീം ഫോർ അൺഎംപ്ലോയിഡ് യൂത്ത്? അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട് ഏത് ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് യുഗാനിധി സ്കീം ലോഞ്ച് ചെയ്തത്? ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക. ഏതാണ് യുഗാനിധി സ്കീം അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട്? കർണാടകയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കർണാടകയാണ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ട് യുഗാനിധി സ്കീം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് പോവാം. നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ താങ്ക് യു.